മല്ലു ഫുട്ബോളിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മളുടെ ആകാശ് ബ്രോ ഉണ്ട്. ബ്രോ സുഖാണോ അവിടെ? സുഖമാണോ ചോദിച്ചാൽ കുഴപ്പമില്ല, അങ്ങനെ തട്ടിക്കൂട്ടി പോകുന്നു. ഓക്കെ, അപ്പോ നമ്മൾ ഇതൊക്കെയാണ് നടക്കുന്നത്. ചെൽസി 2ാം സ്ഥാനത്തേക്ക് എത്തി. നമ്മൾ ഈ സീസൺ തുടങ്ങുമ്പോൾ ഒരാൾ പോലും ചെൽസി ഇങ്ങനെ പെർഫോം ചെയ്യുന്നു അല്ലെങ്കിൽ ഇതുപോലെ കൺസിസ്റ്റന്റ് ആയിട്ട് റിസൾട്ട് കൊണ്ടുവരുന്നു ഒന്നും വിചാരിച്ചില്ല. അവരിപ്പോ 4ഉം 5ഉം ഗോളൊക്കെ അടിച്ചിട്ടാണ് വിജയിക്കുന്നത്. പല ആൾക്കാർ ഗോൾ അടിക്കുന്നു. ഇപ്പോ ജാക്സൺ അടിച്ചിട്ട് പ്രശ്നമില്ല, മറ്റാൾക്കാർ വന്ന് അടിക്കുന്നുണ്ട്. ഇപ്പൊ എന്താണ് ഈ കഴിഞ്ഞ 2-3 മത്സരത്തിലെ പെർഫോമൻസ് നോക്കിയപ്പോ ചെൽസിനെ പറ്റി പറയാനുള്ളത്? സതീഷ് ബ്രോ, എന്റെ ടോപ്പ് 4 പ്രൊഡിക്ഷനിൽ ചെൽസി ഉണ്ടായിരുന്നു ഈ സീസണെ. പക്ഷെ അവരിങ്ങനെ സീരിയസ്ലി ഒരു ടൈറ്റിൽ റേസിൽ ഇപ്പൊ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും കറന്റ്ലി ഞാൻ പറയും ഒപ്റ്റിമിസ്റ്റിക് ആവാം. പക്ഷെ ഈ ഫെബ്രുവരി ടൈമിലും ലാസ്റ്റ് നമ്മൾ പറഞ്ഞത് ബൈ ഒരു എൻഡ് ഓഫ് ഫെബ്രുവരി മിഡ് ഫെബ്രുവരിയിൽ ഇവർ ഒരു 5 പോയിന്റ്സ് ഗ്യാപ്പ് ടോപ്പ് നിൽക്കുന്ന ലിവർപൂളോ ആർസണലോ സിറ്റിയോ ആരായിട്ടാണ് ഒരു 5 പോയിന്റ്സ് ഗ്യാപ്പ് നിൽക്കുവാണെങ്കിൽ വി ക്യാൻ ടോക്ക്. ഇപ്പോഴും നമ്മൾ പറയാനായിട്ടാണ് 7 പോയിന്റ്സ് ഗ്യാപ്പ് വിച്ച് ഇസ് നോട്ട് സോ ഹ്യൂജ്. സർപ്രൈസ് ആണോ ചോദിച്ചാൽ ആണ്. ഞാൻ ഇങ്ങനെ സെക്കൻഡ് പൊസിഷനിൽ നിൽക്കും ഇത്രയും കൺസിസ്റ്റന്റ് ആവും എന്നൊക്കെ ഓർത്തോന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷെ ടോപ്പ് 4 റേസിൽ കാണുന്നു. കോൾ പാൾമർ FC എന്ന പേര് മാറി ഇപ്പൊ എല്ലാരും മാറി ഗോൾ അടിക്കാൻ നോക്കുന്നു. അത് കോൾ പാൾമറും ഗോൾ അടിക്കുന്നുണ്ട്, അസിസ്റ്റും ചെയ്യുന്നുണ്ട്. സാഞ്ചോ ഇപ്പം ഗോൾ അടിക്കാൻ തുടങ്ങി. എൻസോ ഫെർണാണ്ടസ് ലുക്കിംഗ് റിയലി ഗുഡ്. ഈവൻ ഡിഫെൻസീവ്ലി കുറച്ച് വൾണറബിലിറ്റീസ് ഇപ്പോഴും കാണാനുണ്ടെങ്കിലും ആസ് എ ടീം ദേ ആർ ഓവർകമ്മിങ് ഇറ്റ്. കൈസിഡോ ലുക്സ് പ്രോബബ്ലി ദ ബെസ്റ്റ് ഡിഫൻസീവ് മിഡ്ഫീൽഡർ ഇൻ ദ വേൾഡ് എന്ന് പറയുന്ന ഒരു റോളിലോട്ട് വേണേ പറയാം. ആ രീതിയിൽ ആ രീതിയിലോട്ട് ഇപ്പൊ റോഡ്രി എസ്പെഷ്യലി ഇഞ്ചർഡ് ആയ സ്ഥിതിക്ക് ആ രീതിയിലുള്ള പെർഫോമൻസ് കൊടുക്കുന്നു. ഇവർ റൈറ്റ് ബാക്ക് റോളിൽ ഇടുമ്പോൾ ആൾ ഇൻവേർട്ടഡ് റൈറ്റ് ബാക്ക് ആയിട്ട് നന്നായിട്ട് കളിക്കുന്നു. സോ എൻസോ മാരസ്ക ഇസ് ഗെറ്റിംഗ് ഹിസ് ടീം റൈറ്റ്. എസ്, അവർക്കൊരു ലക്ഷറി ഉണ്ട്. പ്രോബ്ലി ഇത്രയും സ്ക്വാഡ് ഡെപ്ത് ഉള്ള ഒരു സൈഡ് വേൾഡ് ഫുട്ബോളിൽ തന്നെ കാണത്തില്ല. മേ ബി ഇന്റർ മിലാനെ ആയിരിക്കത്തുള്ളൂ, വേറെ എന്തെങ്കിലും ഒരു എക്സാമ്പിൾ പറയാനായിട്ടാണ്. പക്ഷെ അതൊരു ഇതാണ്, എല്ലാവരും ഇഞ്ചറി ഫ്രീ ആയിട്ട് ഇരിക്കുന്നതുകൊണ്ട് അതൊരു പോസിറ്റീവ് ആണ്. സോ അറ്റ് ദ എൻഡ് ചെൽസി ഫാൻസിന് ദിസ് ഈസ് ലുക്കിംഗ് സോ ഫാർ സോ ഗുഡ്. ഓക്കെ, അപ്പൊ വീക്കെൻഡിൽ സ്പേഴ്സുമായിട്ടാണ് കളി. അപ്പൊ നമ്മളെ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ അപ്പ് ആൻഡ് ഡൗൺ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇന്നൊരു കളിയുണ്ട്. അപ്പൊ ഇന്ന് എന്താവുമെന്ന് അറിയത്തില്ല. ഞാൻ വിചാരിക്കുന്നു ഇന്ന് ഒരു പോസിറ്റീവായിട്ട് ജയിച്ചു കഴിഞ്ഞാൽ അടുത്ത കളിക്ക് നല്ലൊരു പെർഫോമൻസ് കൊണ്ടുവരുന്നുള്ള പ്രതീക്ഷയിലാണ്. പക്ഷെ നമ്മളെ കൺസിസ്റ്റൻസി ഇല്ലാത്തതിനെ കൊണ്ട് അധികം പ്രതീക്ഷിക്കാനും പറ്റില്ല. സ്പേഴ്സിനെ കുറിച്ച് പറയാനാണ് ബ്രോ, ഞാൻ സനീഷ് ബ്രോയോട് പറയേണ്ട ആവശ്യമില്ല. ഞാൻ എന്നാ പറയാനോ ബ്രോ, അത് റോബിൻ ഹുഡ് എന്ന് പറയുന്ന പേര് അസലായിട്ട് പാവങ്ങൾക്ക്, അതായത് സ്ട്രഗിൾ ചെയ്യുന്നവർക്ക് പോയിന്റ്സ് കൊടുക്കുക, സിറ്റിയുടെ കയ്യിൽ നിന്ന് എടുക്കുക. സോ മേ ബി ചെൽസിയുടെ കയ്യിൽ നിന്ന് എടുത്ത് കാണിക്കുമായിരിക്കും. എന്തായാലും ലണ്ടൻ ഡെർബി ആയതുകൊണ്ട് അവർ ആ ഒരു വാശി കാണിക്കുമായിരിക്കും. സ്പേഴ്സ് നല്ല ടീമാണ് ബ്രോ, നല്ല പ്ലേയേഴ്സ് ഉണ്ട്. ഇപ്പൊ കുളിസസ്കിയും ഹ്യൂമിൻസണും ഒക്കെ പിച്ച്, ബ്രനൻ ജോൺസണും ഒക്കെ പിച്ച് നല്ല എഫേർട്ട് കൊടുക്കുന്നുണ്ട്. സംതിങ് ഈസ് മിസ്സിംഗ്. നമ്മൾ പറയത്തില്ല ടാക്ടിക്കലി, എസ്പെഷ്യലി ചില കളി ജയിക്കേണ്ട കളി കൊണ്ട് ലാസ്റ്റ് ഒരു ഗോൾ കൺസീഡ് ചെയ്യുക, അല്ലെങ്കിൽ ഡിഫൻസീവിൽ എന്തൊരു എറർ വരുത്തുക. സോ അങ്ങനെയാണ് ഈ കൊണ്ടേ കളയുന്നത്. മേ ബി അതിലാണ് വർക്ക് ചെയ്യുന്നത്. പോസ്റ്റ് ഗൂഗിൾ കുറച്ചുകൂടെ പ്രാഗ്മാറ്റിക് ആവുകയാണ്. ഐ തിങ്ക് നിങ്ങൾക്ക് കയറാൻ പറ്റും. കുറെ കൊണ്ട് ബോട്ടിൽ ചെയ്യുന്നുണ്ട്, കുറെ മാച്ചസ് നിങ്ങൾ ബോട്ടിൽ ചെയ്യുന്നുണ്ട്. ശരിയാണ്. AS റോമയോടൊക്കെ നമ്മൾ അവസാന നിമിഷം കൺസീഡ് ചെയ്തു. അനാവശ്യമായിട്ട് ഒരു കാരണം ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞാനൊരു യുണൈറ്റഡ് മാച്ചിലേക്ക് പോവാണ്. ഇപ്പൊ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പോസിറ്റീവായിട്ടുള്ള ചേഞ്ചസ് കാണുന്നുണ്ട്. അവിടെ ഇവിടെയൊക്കെ ഒരു സ്ട്രക്ചർ വന്നിട്ടുണ്ട്. ചില പ്ലേയേഴ്സ് ഒക്കെ എവിടെ കളിക്കണം, വിത്ത് ബോൾ വിത്തൗട്ട് ബോൾ എങ്ങനെ കളിക്കണം എന്നുള്ളതിന്റെ ചെറിയൊരു ഐഡിയ ഒക്കെ പ്ലേയേഴ്സിന് കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. കമ്പാരിറ്റീവ്ലി ടെന്നാഗിന്റെ സീസൺ വെച്ച് നോക്കുമ്പോൾ ആദ്യത്തെ 1-2 മത്സരങ്ങളിൽ സ്റ്റെപ്പ് ഇൻ ദ റൈറ്റ് ഡയറക്ഷൻ എന്ന് പറഞ്ഞതുപോലെ ചില പോസിറ്റീവ് ചേഞ്ചസ് ഒക്കെ കാണുന്നുണ്ട്. പക്ഷേ ആർസണൽ വാസ് എ ബെറ്റർ ടീം. സെക്കൻഡ് ഹാഫിൽ എസ്പെഷ്യലി ആർസണൽ നന്നായിട്ട് പ്രസ് ചെയ്യുന്നുണ്ടായിരുന്നു. അവർ കൂടുതൽ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തു. എനിക്ക് തോന്നുന്നു ആർസണലിന്റെ സെറ്റ് പീസ് കോച്ചിനെ നമ്മളൊക്കെ ഒന്ന് നോട്ട് ഔട്ട് വെക്കണം. അവനാണ് എത്ര ഗോളാണ് സെറ്റ് പീസിലൂടെ അടിക്കുന്നത്, 13 കോർണർ. അതെനിക്ക് തോന്നുന്നു ഈ ഡിഫൻഡേഴ്സിനെ ദിവസവും ട്രെയിൻ ചെയ്യിക്കുന്നുണ്ടാവും ഈ സെറ്റ് പീസിൽ എങ്ങനെ സ്കോർ ചെയ്യുന്നത്. പല ടാക്ടിക്കൽ അപ്രോച്ചും അവർ ട്രൈ ചെയ്യുന്നുണ്ട്. അത് കറക്റ്റായിട്ട് വർക്കൗട്ട് ആവുന്നുണ്ട്. ഞാൻ വിചാരിച്ചു 2-3 മത്സരത്തിൽ ആ ഗോൾ വരുന്നില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു അത് പോയി. പക്ഷെ ഇപ്പോഴും അവർക്ക് ആ ഒരു എഡ്ജ് ഉണ്ട് സെറ്റ് പീസിൽ എങ്ങനെ സ്കോർ ചെയ്യണമെന്നുള്ളത്. അത് പുള്ളിനെ സിറ്റിന്ന് എങ്ങാണ്ട് കുത്തിയതല്ലേ? പുള്ളി നേരത്തെ സിറ്റിയിലായിരുന്നു തോന്നുന്നു. സിറ്റിന്ന് ഇപ്പോഴത്തെ, അതായത് അർട്ടേറ്റ വന്ന സമയത്ത് ആർസണലിന്റെ സെറ്റ് പീസ് കോച്ചാണ് ഇപ്പോഴത്തെ യുണൈറ്റഡിന്റെ സെറ്റ് പീസ് കോച്ച്. അതേ സമയത്ത് സിറ്റിയില് ഇങ്ങേരായിരുന്നു. സോ സിറ്റിന്ന് പോകുന്ന സമയത്ത് പുള്ളി ഇങ്ങേരെയും കൂടെ കൊത്തി. പുള്ളിയുടെ പേരെന്തായിരുന്നു ഞാൻ വിട്ടുപോയി. ബട്ട് ഈസ് ഡൂയിങ് റിയലി ഗ്രേറ്റ് പ്രോ. നമ്മളാണെങ്കിലും ഇപ്പൊ ആർസണലിൽ ഒരു കോർണർ കിട്ടുമ്പോൾ ഇറ്റ്സ് ലൈക്ക് എ പെനൽറ്റി, അല്ലെ എഡ്ജ് ഓഫ് ദ ബോക്സിൽ നിന്ന് ഒരു ഫ്രീ കിക്ക് കിട്ടുന്നു. ഇന്നലെ ആണെങ്കിലും 13-14 കോർണർ, അതിൽ 2-3 കൊണ്ട് ഒഴികെ ബാക്കിയെല്ലാം ഓൾമോസ്റ്റ് ലൈക്ക് ഗോൾ ലൈൻ സേവുകളും അല്ലെ സിറ്റർ മിസ്സുകളും ഒക്കെയാണ്. എല്ലാം ക്ലിയർ ചാൻസുകൾ അവർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. സോ സോണൽ മാർക്ക് ചെയ്യുന്ന ടീമുകൾക്കാണെങ്കിലും മാൻ ടു മാൻ മാർക്ക് ചെയ്യുന്ന ടീമുകൾക്ക് അഗേൻസ്റ്റ് ആണെങ്കിലും ദേ ഹാവ് ആൻ ഐഡിയ. അവർ ഓരോ ഇപ്പൊ
ഈ സീസൺ സ്റ്റാർട്ടിൽ അവരുടെ ഫിലോസഫി എക്സ്പ്ലോയിറ്റഡ് ആയി, അവർ അടുത്ത ഫിലോസഫി ആയിട്ട് ഇപ്പോൾ വരുന്നു. സോ ഓരോരോ ചേഞ്ചുകൾ മേ ബി അവർ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. സോ ആൾക്ക് ക്രെഡിറ്റ്സ് കൊടുത്തേ പറ്റൂ. അപ്പുറത്ത് യുണൈറ്റഡിന്റെ കാര്യം പറയാനാണെങ്കിൽ ബ്രോ ഒരു ഷേപ്പ് ഉണ്ടല്ലോ. ഇപ്പൊ സലീഷ് ബ്രോ ആണെങ്കിലും ഇപ്പൊ ലാസ്റ്റ് സ്ട്രീമിൽ ഡിസ്കഷൻ ഒക്കെ ആണല്ലോ വന്ന് പറയുന്നത്, ഇപ്പൊ ഒരു പാറ്റേൺ നമുക്ക് കാണാനുണ്ടല്ലോ. അത് യെസ്. സലീഷ് ബ്രോ ശ്രദ്ധിച്ചില്ല. ഇപ്പം ടെന്നാഗിന്റെ അണ്ടർ ആയിരുന്നെങ്കിൽ ഇന്നലെ ഫസ്റ്റ് ഹാഫിൽ തന്നെ യുണൈറ്റഡ് ഗോൾ കൺസീഡ് ചെയ്തത്. ഡിഡ് വെൽ, ഓവറോൾ വെൽ. പക്ഷെ ഫസ്റ്റ് ഹാഫിൽ എനിക്ക് തോന്നുന്നു ഒരു ഷോർട്ട് ഓൺ ടാർഗറ്റ് പോലും എടുക്കാനായിട്ട് യുണൈറ്റഡിന് സാധിച്ചില്ല. സോ യുണൈറ്റഡിന് വർക്ക് ചെയ്യേണ്ടത്, ഐ തിങ്ക് ഡിഫെൻസീവ്ലി ഡിലൈറ്റ് മസ്രായി ലുക്സ് റിയലി സോളിഡ്. മേ ബി ലിസാൻഡ്രോ മാർട്ടിനസ്, ലെനിയോറോ ഇന്നലെ ഇറങ്ങിയതിന് ശേഷം മോശമല്ല. സോ അവിടെ there is a stability. Midfield ഉഗാർട്ടയുടെ ബോൾ വിന്നിങ് എബിലിറ്റി ഒക്കെ സൂപ്പറാണ്. സോ ഇന്നലെ ഒരു കാര്യം ശ്രദ്ധിച്ചാണ് ഞാൻ, ഇത് നമ്മൾ ശ്രദ്ധിച്ച ഒരു കാര്യം, ഉഗാർട്ടെ ബോൾ വിൻ ചെയ്യുന്നത് സ്പേസ് ഉണ്ട്. ബോളുമായിട്ട് മേ ബി 2-3 സ്റ്റെപ്പ് ക്യാരി ചെയ്യാനായിട്ട് സ്പേസ് ഉണ്ട്. ബട്ട് ഈ റിലീസ് എത്രയും പെട്ടെന്ന് പാസ് റിലീസ് ചെയ്യാം, അല്ലെങ്കിൽ ആ ഒരു സേഫ് പാസ് നടത്തുന്നുണ്ട്. സോ ആ ബോളുമായിട്ട് പ്രോഗ്രസ് ചെയ്ത് മേ ബി പ്രസ് അട്രാക്ട് ചെയ്ത് അപ്പ് ഫ്രണ്ട് പ്ലേയേഴ്സ് കൊടുക്കണം, സ്പേസസ് ഓപ്പൺ ആക്കി കൊടുക്കാനായിട്ട് കപ്പാസിറ്റി ഉള്ള മിഡ്ഫീൽഡേഴ്സ് യുണൈറ്റഡിൽ ഇല്ല. ബ്രൂണോ ഫെർണാണ്ടസ് അതല്ല. ബ്രൂണോ ഫെർണാണ്ടസ് ഗെയിമിന്റെ ടെമ്പോ കൺട്രോൾ ചെയ്യുന്ന, ഡിക്റ്റേറ്റ് ചെയ്യുന്ന ഡീപ് പ്ലേയിങ് പ്ലേ മേക്കർ അല്ല. അതൊരു ഫാക്ട് ആണ്. സോ യുണൈറ്റഡ് അങ്ങോട്ട് ഒരു അഡീഷൻ നടത്താൻ സാധിച്ചു. അപ്പുറത്ത് ഒഡിഗാർഡ് ആണെങ്കിലും ഡെക്ലൻ റൈസ് ആണെങ്കിലും ബോളുമായിട്ട് ഇവൻ ടിംബർ ആണ് മിഡ്ഫീൽഡിലോട്ട് കയറിയിട്ട് സ്പേസസിലോട്ട് ബോളുമായിട്ട് പ്രോഗ്രസ് ചെയ്യുകയാണ്. സോ കൂടുതൽ സ്പേസസ് അറ്റാക്കിംഗ് പ്ലേയേഴ്സിന് ഓപ്പൺ അപ്പ് ആക്കി കൊടുക്കുകയാണ്. സോ യുണൈറ്റഡ് മേ ബി മിഡ്ഫീൽഡിൽ ഒരു അഡീഷൻ നടത്തണം. ആൻഡ് അപ്പ് ഫ്രണ്ട് റാഷ്വർഡ് ആണെങ്കിലും ഇപ്പൊ മേസൺ മൗണ്ട് ആണെങ്കിലും ഇന്നുള്ളത് ഒരു ത്രെട്ട് ക്രിയേറ്റ്, റാഷ്വർഡ് ഇറങ്ങിയ ശേഷം ഇവൻ ഗർണാച്ചോ ആണെങ്കിലും ഒരു ത്രെട്ട് ക്രിയേറ്റ് ചെയ്യുന്നില്ലായിരുന്നു. സോ മേ ബി അവിടെയും മേ ബി ഒരു അഡീഷൻ നടത്തുന്ന യുണൈറ്റഡ് ആലോചിക്കുന്ന നല്ലതാണ്. ബട്ട് ഞാനൊരു കാര്യം പറയാണ്, യുണൈറ്റഡിന്റെ പോസിറ്റീവ്സ് ഉണ്ട്. നമ്മൾ ടെൻ ഹാഗിന്റെ അണ്ടർ കാണാതിരുന്ന ഒരു സിസ്റ്റം നല്ലൊരു പാറ്റേൺ ഓഫ് പ്ലേ വിത്ത് ദ ബോൾ, വിത്തൗട്ട് ദ ബോൾ, അത് നമുക്ക് കാണാനുണ്ട്. അത് മേ ബി യുണൈറ്റഡ് പോസിറ്റീവ് ആയിട്ട് എടുക്കാം. ആൻഡ് ബേസും ഉണ്ട്. ഉഗാർട്ടെ ഒരു ബേസ് ആണ്. ഡിലൈറ്റ് ലുക്സ് റിയലി ഗുഡ്. ഡിലൈറ്റ് അണ്ടർ ദ ന്യൂ കോച്ച് അവൻ വാനിസ്ട്രോഡ് അണ്ടർ ആണ് ലുക്സ് റിയലി ഗുഡ്. മസ്രായി പ്രോബ്ലി ദ പ്ലെയർ ഓഫ് ദ സീസൺ. അമാദ് ലുക്സ് റിയലി ഗുഡ്. ഇങ്ങനെ പ്ലേയേഴ്സ് ഉണ്ട് വർക്ക് ഓൺ ചെയ്യാനുണ്ട്. സോ അതിൽ ബിൽഡ് ചെയ്യുക. ചാൻസ് കുറെ ഡെഡ് വുഡ്സ് ഉണ്ട് ഈ ടീമിൽ, അവരെ ഒഴിവാക്കി മേ ബി അടുത്ത 6 months അമോറിമിന് അവരുടെ ടാക്ടിക്സ് ഇംപ്ലിമെന്റ് ചെയ്യാൻ, അല്ലെങ്കിൽ സ്ക്വാഡ് പഠിക്കാനായിട്ട് ഒരു ടൈമാണ്. അത്ര ഞാൻ പറയുന്നുള്ളൂ. ലെറ്റ്സ് സീ പോസിറ്റീവ്സ് ഉണ്ട്. അതെ. അപ്പൊ ഇന്നലെ ഞാൻ ലിവർപൂൾ ന്യൂകാസിൽ മത്സരം വെറുതെ ആദ്യത്തെ 30 മിനിറ്റ്സ് കണ്ടു നോക്കി. എന്റെ പൊന്നോ, എമ്മാതിരി മത്സരം എന്ന് പറയാം. എനിക്ക് തോന്നുന്നു ഈ ന്യൂകാസിൽ ടീമിന് പലപ്പോഴും നമ്മൾ നോക്കുന്നത് അവരുടെ മിഡ്ഫീൽഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഗടാഗടിയന്മാരായിട്ട് ഫിസിക്കലായിട്ട് 1-on-1 പോകുന്ന മിഡ്ഫീൽഡേഴ്സ് ആണ്. ഇപ്പൊ ജോലിൻടൺ, ഗൊയ്മറസ് ആയാലും ടൊണാലി ആയാലും അവർ ഫസ്റ്റ് ഹാഫിൽ ശരിക്കും പറഞ്ഞാൽ ലിവർപൂളിനെ ഇട്ട് വട്ടം കറക്കി കളഞ്ഞു. ആ ലെഫ്റ്റ് വിങ് ഒക്കെ ശരിക്കും പറഞ്ഞാൽ ജോ ഗോമസും അല്ലെങ്കിൽ കോൺസയും ഒക്കെ അവിടുന്ന് പോകേണ്ട സമയം കഴിഞ്ഞു. അവരൊന്ന് ട്രസ്റ്റ് ചെയ്തിട്ട് ഈ ടൈറ്റിൽ ചലഞ്ച് പോയി കഴിഞ്ഞാൽ പണി എപ്പോൾ കിട്ടിയെന്ന് ചോദിച്ചാൽ മതി. കാരണം അവർ ടാർഗറ്റ് ചെയ്തിട്ടായിരുന്നു, അവരെ തന്നെ ായിരുന്നു. മിഡ്ഫീൽഡിൽ നിന്നാണ് ഇവരെ ഫൗൾ ചെയ്യേണ്ട സിറ്റുവേഷൻ വരുന്നു. വേറെ വഴിയില്ല, യെല്ലോ കാർഡ് മേടിക്കുക, ഫൗൾ ചെയ്യുക എന്നുള്ളതായിരുന്നു. സെക്കൻഡ് ഹാഫിൽ ലിവർപൂൾ കിടിലായിട്ട് തിരിച്ചു വന്നു. ആ മോസാലയുടെ പെർഫോമൻസ് ഒക്കെ അടിപൊളിയായിരുന്നു. പക്ഷെ ഇതുപോലുള്ള ടീമിനെതിരെ ചിലപ്പോൾ ലിവർപൂൾ സ്ട്രഗിൾ ചെയ്യുന്നൊക്കെ വിചാരിച്ചു അനാവശ്യമായിട്ട് കെലഹറുടെ ഒരു മിസ്റ്റേക്ക് വന്നു. ആ മാച്ച് കയ്യിൽ നിന്ന് പോയി. ബ്രോ, ഈ ഡ്രോ എന്ന് പറയുന്നത് ഇറ്റ്സ് ഓക്കെ, തോറ്റിട്ടില്ല, പക്ഷെ എന്നാലും 2 പോയിന്റ് അവിടെ ഡ്രോപ്പായി. അതെ, 7 points ഗ്യാപ്പായി ഇപ്പം ചെൽസിയായിട്ടും ആർസണലുമായിട്ടും. സിറ്റിക്ക് അത് 11 എന്നുള്ളത് 9 ആക്കി കുറയ്ക്കാനും സാധിച്ചു. സൈക്കോളജിക്കൽ അഡ്വാൻറ്റേജ് എന്ന് പറയാം അല്ലെ. ഒരു 2 ഡിജിറ്റിൽ നിന്ന് 1 ഡിജിറ്റിലോട്ട് സിറ്റിക്കും അതുപോലെ തന്നെ ആർസണലിലും നമ്മൾ നോക്കാനാണ് 7 പോയിന്റ് ആക്കി കുറച്ചു. സോ അറ്റ് ദ എൻഡ് ഐ തിങ്ക് ന്യൂകാസിൽ സെയിന്റ് ജെയിംസ് പാർക്കിൽ ചെന്ന് 2 പോയിന്റ് ഡ്രോപ്പ് ചെയ്യുന്ന ഒരു വലിയ സംഭവമല്ല. അത് വലിയൊരു അയ്യോ മിറക്കിളാണോ, അയ്യോ കൊണ്ട് ബോട്ടിൽ ചെയ്തൊന്നും പറയാൻ പറ്റത്തില്ല. പക്ഷെ ഇന്നലത്തെ മാച്ച് ഐ തിങ്ക് ലിവർപൂൾ ഓവറോൾ ചെറിയ ലക്ക് ഉണ്ടായിരുന്നു. മെർഫി ഇന്നലെ 2 സിറ്റർ മിസ് ഉണ്ടായിരുന്നു. ഗോർഡന്റെ ഒരു 1-on-1 സിറ്റർ മിസ് ഉണ്ടായിരുന്നു. സോ മേ ബി അവരതൊക്കെ കൺവേർട്ട് ചെയ്യുമായിരുന്നെങ്കിൽ, അല്ലെ ഇസാക്ക് കുറച്ചുകൂടെ, ഇസാക്കിന്റെ ആ ഫസ്റ്റ് ഗോളൊക്കെ 1.5 ഐറ്റമാണ്, ഒന്നും പറയാനില്ല. പക്ഷേ നമ്മൾ പറയട്ടെ, ഇന്നലെ ന്യൂകാസിൽ ക്ലിനിക്കൽ ആവുകയാണെങ്കിൽ മേ ബി ഫസ്റ്റ് ഹാഫിൽ തന്നെ ഒരു 3-0 ആക്കാനായിട്ടുള്ള അവസരങ്ങളുണ്ടായിരുന്നു. അപ്പുറത്ത് ഡാർവിൻ ന്യൂനസ് 2 സിറ്റർ മിസ്സുകൾ. ലിവർപൂളിലും പറയാം ഡാർവിൻ ന്യൂനസിന്റെ 2 സിറ്റർ മിസ്സുകൾ എങ്ങനെ അത് മിസ് ചെയ്ത്, എസ്പെഷ്യലി ആ സ്ട്രെച്ച് ചെയ്യുമായിരുന്നു. അത് ടാപ്പിനായിരുന്നു, അതെങ്ങനെ വാള് അവിടെ എത്തിയില്ല എന്നുള്ളതുകൊണ്ട്. പിന്നെ മക്കളിസ്റ്ററിന് പറഞ്ഞ ഭാരത്തട്ട് പോയി. സാലയ്ക്ക് ഉണ്ടായിരുന്ന ചാൻസ് മേ ബി 3-2 ലീഡാക്കി, പുറകെ പോയതിനു ശേഷം തിരിച്ചു വന്ന് 3-2 ലീഡാക്കി. ആ കെല്ലഹർ ആണെങ്കിൽ അത് കറക്റ്റ് ആയിട്ട് ഹാൻഡിൽ ചെയ്യുമായിരുന്നെങ്കിൽ അവിടെ ഒരു 3-2 വിക്ടറി ഡിസേർവിംഗ് ആണെന്ന് വെച്ചാൽ ഐ തിങ്ക് ഇന്നലത്തെ പെർഫോമൻസിൽ ന്യൂകാസിൽ ഡിസേർവ് സംതിങ് ഔട്ട് ഓഫ് ദാറ്റ് മാച്ച്. അറ്റ് ദ എൻഡ് മേ ബി ഒരു 1 point അവർക്ക് കിട്ടി. അവർ കുറച്ചുകൂടി ക്ലിനിക്കൽ അവർ 3 point ആക്കായിരുന്നു. ആൻഡ് ബ്രോ പറഞ്ഞ ശരിയാണ്, ഈ ശിവാങ് ബ്രോ ഒക്കെ എപ്പോഴും നമ്മളോട് അറിയുന്ന കാര്യമാണ്, ഈ ക്വാൻഷനെ വിശ്വസിക്കാൻ പറ്റത്തില്ല, ഗോമസിനെ എന്തുമാത്രം വിശ്വസിക്കാൻ പറ്റും നമുക്ക് പറയാൻ പറ്റത്തില്ല. സോ അവിടെ അഡീഷൻസ് നടത്തിയേ പറ്റൂ. സോ ഇന്നലെ ആണെങ്കിലും ക്വാൻഷയൊക്കെ റിയലി ഗെറ്റിംഗ് എക്സ്പ്ലോയിറ്റഡ് ആവുന്നുണ്ടായിരുന്നു. നമുക്കറിയാം ഫിസിക്കലാണ്, ടോ പോകുമ്പോഴേക്കും വളരെ അധികം ലിവർപൂൾ ഇന്നലെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരുന്നു. സോ അറ്റ് ദ എൻഡ് ലിവർപൂളിനും ജയിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടായിരുന്നു. കിട്ടിയ ചാൻസ് അഥവാ 3-2 ലീഡ് കൊണ്ട് ബോട്ടിൽ ചെയ്തൊന്നും പറയാം വേണേ ആ കെല്ലഹറിന്റെ ആ ഒരു മിസ്റ്റേക്കിൽ. പക്ഷെ സെയിന്റ് ജെയിംസ് പാർക്കാണ് ഇന്നലത്തെ പെർഫോമൻസ് വെച്ച് ന്യൂകാസിൽ ഡിസേർവ് സംതിങ്. ന്യൂകാസിൽ ഒരു ഇൻകൺസിസ്റ്റന്റ് ടീമാണ്. ഇപ്പം കുറെ വലിയ ടീമുകൾക്ക് എതിരെ പോയിന്റ് എടുക്കുന്നുണ്ട്, ചെറിയ ടീമുകളുടെ അരികെ കൊണ്ട് പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷെ ന്യൂകാസിൽ
ടൊണാലിയൊക്കെ ഇന്നലെ നല്ല കളി. ടൊണാലി അതുപോലെ തന്നെ ഇസാക്ക് യെസ്. ഇന്നലെ ഇസാക്ക് രക്ഷയില്ലായിരുന്നു. ഐ തിങ്ക് പുള്ളിയുടെ ന്യൂകാസിൽ ഫിനിഷിംഗ് കിഡു ഫിനിഷിംഗ് ആയിരുന്നു. അല്ല ബ്രോ പറഞ്ഞ പോലെ ഫസ്റ്റ് ഞാൻ അങ്ങനെ ഒരു ഷോട്ട് എടുക്കുമെന്ന് തീരെ പ്രതീക്ഷിച്ചില്ല. അവർക്ക് അത് കലഹർ സേവ് ചെയ്യും, പക്ഷെ പുള്ളി ചാടി നോക്കി അത് കിട്ടിയില്ല. കറക്റ്റ് ആയിട്ട് അതിങ്ങനെ അതും കുറച്ച് വാണ്ടേക്കിനെ എയർ. പുള്ളി ടേൺ ചെയ്ത്. അതെ, അതെ നല്ല സാധനമായിരുന്നു. സൂപ്പർ ആയിരുന്നു. അപ്പോ സിറ്റി ഇന്നലെ ജയിച്ചിട്ടുണ്ട്. അവര് ഒരു മത്സരം ജയിച്ചു കഴിഞ്ഞാൽ കെവിൻ ഡി ബ്രൂയ്ന വന്നു, മത്സരം പറയാൻ തുടങ്ങിയിട്ടുണ്ട്, നമ്മൾ ഇതാ തിരിച്ചു വരുന്നത്. ഇത് പ്രശ്നം എന്ന് പറയുന്നത് അവരൊരു മോഡ് പോയി കഴിഞ്ഞാൽ പിന്നെ അവര് പോയിന്റ് ഡ്രോപ്പ് ചെയ്യില്ല, ബാക്കിയുള്ളവർ കാച്ചപ്പ് ചെയ്യാനുള്ള ഒരു സിറ്റുവേഷൻ മാത്രമേ ഉള്ളൂ. ഇപ്പോ നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് നല്ല ഫോമിലായിരുന്നു, പക്ഷെ അവസരം പോലും കൊടുത്തില്ല. കിടിലം പെർഫോമൻസ് ആയിരുന്നു. ബ്രോ, ഇതൊരു ബിഗിനിങ് ആണോ അല്ലെങ്കിൽ വി ഡോണ്ട് നോ യെറ്റ് ആ സിറ്റുവേഷൻ ആണോ? ഐ വിൽ സേ നമുക്കിപ്പോഴും ഐ വിൽ സേ ഡോണ്ട് നോ യെറ്റ് എന്ന് പറയും. ഇന്നലെ ആണേലും ഇന്നലെ സിറ്റിയുടെ ബിഗ്ഗസ്റ്റ് പോസിറ്റീവ് എന്നായിരുന്നു അറിയോ ബ്രോ? ഞാൻ ഇന്ന് കുറച്ച് ഫ്രീ ടൈം കിട്ടിയപ്പോഴും അത് കൂടുതലിരുന്ന് കണ്ട മാച്ച്. ഒരു സംഭവം എന്നാന്ന് വെച്ചാൽ അവർ വിത്ത് ദ ബോൾ മച്ച് ബെറ്റർ ആയിരുന്നു. എസ്പെഷ്യലി ഡിബ്രൂന, ബെർണാഡോ സിൽവ. ഇന്നലെ ജാക്ക് ഗ്രീലിഷിന്റെ ആവറേജ് പൊസിഷനിങ് ഗുണ്ടകനോടൊപ്പം മിഡ്ഫീൽഡ് ആൻഡ് എർലിംഗ് ഹാളിന്റെ ആവറേജ് പൊസിഷനിങ് ബിഹൈൻഡ് ഡിബ്രൂന ആൻഡ് ബെർണാഡോ സിൽവ. അതായത് ഡിബ്രൂനയുടെ ആവറേജ് പൊസിഷനിങ് വാസ് എബോ എർലിംഗ് ഹാളിന് ഇന്നലെ ഡീപ്പിലോട്ട് വരുന്നുണ്ടായിരുന്നു, ഗെയിമിൽ ഇൻവോൾവ് ചെയ്യുന്നുണ്ടായിരുന്നു, ആള് ടച്ചസ് എടുക്കുന്നുണ്ടായിരുന്നു. ഇറ്റ് വാസ് ഗുഡ് ടു സി. ആൻഡ് ഗ്രീലിഷ് പ്രോബബ്ലി മിഡ്ഫീൽഡിൽ കൂടുതൽ ഇൻവോൾവ് ചെയ്ത് കളിക്കും. നമ്മൾ ലെഫ്റ്റിലാണ് ഓൺ പേപ്പർ സ്റ്റാർട്ട് ചെയ്തെങ്കിൽ ആള് മിഡ്ഫീൽഡാണ് ഇന്നലെ കൂടുതൽ ഓപ്പറേറ്റ് ചെയ്യുന്നത് നമ്മൾ കണ്ടു. സോ വിത്ത് ദ ബോൾ ഡിബ്രൂനയുടെ പ്രസൻസ്, ബെർണാഡോ സിൽവയുടെ പ്രസൻസ്, ഗുണ്ടകൻ അവർ മച്ച് ബെറ്റർ ആയിരുന്നു. ബട്ട് വിത്തൗട്ട് ദ ബോൾ ഇൻ ട്രാൻസിഷൻ അവിടെ ക്രിസ് വുഡിന് ഒരു നല്ല ചാൻസ് ഉണ്ടായിരുന്നു, മോർഗൻ ഗിബ്സ് വൈറ്റിന് കിട്ടുന്ന ചാൻസ് ഉണ്ടായിരുന്നു. സോ അവരത് ക്യാപിറ്റലൈസ് ചെയ്തില്ല. സോ വിത്തൗട്ട് ദ ബോൾ ദർ ആർ സ്റ്റിൽ ഇഷ്യൂ. ഡിഫൻസീവ് ട്രാൻസിഷനിൽ സിറ്റിക്ക് ഇംപ്രൂവ് ചെയ്യാൻ സാധിച്ചാൽ ഇറ്റ്സ് ഗോയിങ് ടു ബി എ മാസീവ് കംബാക്ക് എന്ന് വേണമെങ്കിൽ പറയാം. എനിക്ക് ജാനുവരിയിൽ സിറ്റി മേ ബി മിഡ്ഫീൽഡ് ഒരു എഡർസൺ പോലത്തെ ഒരു പ്രൊഫൈൽ, അതായത് അറ്റ്ലാന്റ ഡിഫൻസീവ് മിഡ്ഫീൽഡർ മേ ബി ഒരു എഡർസൺ ഒക്കെ പോലത്തെ ഒരു പ്രൊഫൈലിനെ അവർക്ക് മേ ബി ഓവർപേ ചെയ്യേണ്ടി വരുമായിരിക്കും. 10-15-20 മില്യൺ ഓവർപേ എന്തായാലും ചെയ്യേണ്ടി വരും ജാനുവരി കൊണ്ടുവരണമെങ്കിൽ. സോ അങ്ങനെ ഒരു അഡീഷൻ നടത്തുവാണെങ്കിൽ there can be a chance. 9 പോയിന്റ് ഗ്യാപ്പുകൾ അവർ തിരിച്ചു വന്നിട്ടുമുണ്ട്. പെപ് ഗോർഡിയോള എന്ന് പറയുന്ന ഒരു കോച്ചുമാണ്. സോ മേ ബി ഈ ഒരു വിൻ അവർക്ക് ഒരു മെന്റൽ ബൂസ്റ്റും തരുമായിരിക്കും. ആൻഡ് എർലിംഗ് ഹാളൻ കൂടുതൽ ഗെയിമിൽ ഇൻവോൾവ് ചെയ്യണം. ആൻഡ് ഡിബ്രൂന നെക്സ്റ്റ് 6 months ഫിറ്റ് ആയിട്ടിരിക്കേണ്ടതും മസ്റ്റ് ആണ്. അതുപോലെ തന്നെ കായ് വോക്കർ ഷുഡ് നെവർ സ്റ്റാർട്ട് ഇൻ എ ഹൈ പ്രൊഫൈൽ മാച്ച്. ഇന്നലെ സ്റ്റാർട്ട് ചെയ്തില്ല, ഇന്നലെ അക്കാഞ്ചിനൊക്കെ യൂസ് ചെയ്തു. സോ കായ് വോക്കർ എന്ന് പറയുന്ന ഒരു പ്രൊഫൈൽ ആളുടെയും കുഴപ്പമില്ല ബ്രോ, ആള് ഏജാ, ഈ പ്രായത്തിൽ ആൾക്ക് ഇനി ആ പഴയതുപോലെ കളിക്കാം. കായ് വോക്കർ ഓൾവേസ് ഡിപെൻഡ് ഓൺ ഹിസ് പേസ് അല്ലെ. ആളെപ്പോഴും ആളുടെ പൊസിഷനിങ് എപ്പോഴും ടോപ്പ് നോച്ച് ഒന്നുണ്ടല്ലോ. ആളുടെ പേസും കൊണ്ട്, റിക്കവറി പേസ് കൊണ്ട്, ആളുടെ ഫിസിക്കാലിറ്റിയും കൊണ്ടാണ് ആൾ കവർ ചെയ്തുകൊണ്ടിരുന്നത്. ആൻഡ് ഹി വാസ് ടോപ്പ് നോച്ച്, വൺ ഓഫ് ദ ബെസ്റ്റ് ഇഫ് നോട്ട് ബെസ്റ്റ് റൈറ്റ് ബാക്ക് അലോങ് വിത്ത് കർവഹാൾ എന്ന് വേണേൽ പറയാം. ലാസ്റ്റ് 5-6 years ആയിട്ട് ട്രെൻഡിന്റെ പേരും പറയാം. ബട്ട് മേ ബി വോക്കർ, കർവഹാൾ ആ ഒരു ലെഗസി നമുക്ക് വോക്കറിനെയും പറയാം, ആ ഒരു ലാസ്റ്റ് 6 years ബെസ്റ്റ് റൈറ്റ് ബാക്ക് റോളിൽ. സോ ആ ഒരു ഇതിൽ നിന്ന പ്ലെയർ ഇപ്പം ആളുടെ ഫിസിക്കാലിറ്റിയും പേസും താഴെ പോയപ്പോഴേക്കും സ്ട്രഗിൾ ചെയ്യും. സോ ആളുടെയും കുഴപ്പമില്ല, സിറ്റി ഫാൻസിനും ആ കാര്യം അറിയാം. സോ അവിടെ മേ ബി അക്കാഞ്ചി ആയിരിക്കും ബെറ്റർ ചോയ്സ് ടു സ്റ്റാർട്ട്. സോ ആ ബാക്ക് ഫോർ ഒന്ന് സെറ്റ് ചെയ്യുക. റൂബൻ ഡിയാസ്, ഐ തിങ്ക് റൂബൻ ഡിയാസ്, ഡിബ്രൂന, എർലിംഗ് ഹാൾഡ് ഇവർ 3 പേരും ഫിറ്റ് ആയിട്ട് നെക്സ്റ്റ് 6 months ഇരിക്കണം. മേ ബി ജാനുവരിയിൽ എഡർസൺ പോലത്തെ അല്ലെ ഏതൊരു ഡിഫൻസീവ് മിഡ്ഫീൽഡർ അറ്റ്ലീസ്റ്റ് ഓൺ പേപ്പർ അവർക്ക് ആഡ് ചെയ്യാൻ സാധിച്ചാൽ ഐ തിങ്ക് ദർ ഇസ് എ ചാൻസ്. കാരണം സരീഷ് ബ്രോയോട് പറയേണ്ട ആവശ്യമില്ല, സിറ്റിയാണ്. അതെ, 100%. അവസാനത്തെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കേണ്ടത് ബ്രോ, ലലിഗയിൽ മാഡ്രിഡ് വീണ്ടും പോയിന്റ് ഡ്രോപ്പ് ചെയ്തു. ഒരു വീക്കിൽ തന്നെ 2ാമത്തെ പെനൽറ്റി ആണ് എംബാപ്പെ മിസ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു ബാഴ്സയെ സംബന്ധിച്ചിടത്തോളം നല്ല റിസൾട്ടാണ്. കാരണം ഈ ഇങ്ങനത്തെ മാച്ചിൽ സാധാരണ മാഡ്രിഡ് പോയിന്റ് ഡ്രോപ്പ് ചെയ്യാറില്ല, പക്ഷെ അത് ഡ്രോപ്പ് ചെയ്തു. ബ്രോ എന്താണ് കാണുന്നത്? ഇപ്പോ എംബാപ്പിനെ എല്ലാവരും പതുക്കെ തെരുവരനൊക്കെ തുടങ്ങി. പുള്ളി ആ ടീമിന് ഫിറ്റ് ആയിട്ടില്ല, സൈനിങ് വേണ്ടിയിരുന്നില്ല എന്നൊക്കെ പറയുന്നത് സോഷ്യൽ മീഡിയ തുടങ്ങിയിട്ടുണ്ട്. എന്താണ് ബ്രോ പ്രശ്നം? പുള്ളി ഇപ്പോഴും ഒരു കോൺഫിഡൻസ് ലെവൽ കാണിക്കുന്നില്ല, അല്ലെങ്കിൽ ആ ഒരു പഴയ എംബാപ്പയുടെ ലെവലിലേക്ക് വരുന്നില്ല റയലില്? ബ്രോ ടു ആൻ എക്സ്റ്റെന്റ് ഞാൻ സർപ്രൈസ്ഡ് അല്ല. കാരണം സരീഷ് ബ്രോ PSG-യുടെ മാച്ച് നമ്മൾ അധികം ഫോളോ ചെയ്യാതെ പോസ്റ്റ് വേൾഡ് കപ്പ് ഫോർ PSG ഹാസ് ബീൻ ഡ്രെഡ്ഫുൾ. ഉള്ള ലലീഗയുടെ സ്റ്റാൻഡേർഡ്സ് ഫ്രഞ്ച് ലീഗിനേക്കാളും മച്ച് സുപ്പീരിയർ ആണ്. ഇറ്റ്സ് വൺ ഓഫ് ദ ടഫസ്റ്റ് ലീഗ്. സോ ഫ്രഞ്ച് ലീഗിൽ ഈവൻ ഇഫ് നമുക്കറിയാം PSG-യിൽ പുള്ളി ഒരു ഗോളൊക്കെ വെച്ചോ അല്ലെ 1-2 ഗോളൊക്കെ അടിച്ചോ ഒക്കെ കവർ ചെയ്തു പോയിരിക്കും, ഈവൻ ഇഫ് ആള് പുള്ളി കമ്മിറ്റഡ് അല്ലേലും. പിന്നെ അവിടെ അധികം പ്രഷറും വരാൻ പോകുന്നില്ല. ബട്ട് ലലീഗയിലോട്ട് വരുമ്പോൾ മാഡ്രിഡ്, ബാർസലോണ, വേൾഡ് ഫുട്ബോളിൽ ഇത്രയും പ്രഷർ വരുന്ന 2 ക്ലബ്ബുകളില്ല. പൊളിറ്റിക്കലി ആണെങ്കിലും മീഡിയ വൈസ് ആണെങ്കിലും. ഇവൻ ലയണൽ മെസ്സി, ക്രിസ്ത്യാനോ റൊണാൾഡോ ഇവർ രണ്ടുപേരും 10 out of 10 4 കളി കൊടുത്തിട്ട് അടുപ്പിച്ച് 4 കളി 10 out of 10 പെർഫോമൻസ് കൊടുത്തിട്ട് അടുത്ത ഒരു കളിയിൽ മേ ബി ഒരു 6 out of 10 അല്ലെ ഒരു മോശം പെർഫോമൻസ് കൊടുത്താൽ അവരെ വരെ വലിച്ചു കയറും. കാരണം അവിടുത്തെ മീഡിയ അങ്ങനെ നോക്കിയിരിക്കുന്ന മീഡിയാസ്. സോ ഇതിന്റെ ഫ്രണ്ടിലോട്ട് കിലിയൻ എംബാപ്പെ പോലത്തെ പ്രോബ്ലി ലയണൽ മെസ്സി, ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് ശേഷം വേൾഡിലെ നെക്സ്റ്റ് ബിഗ് തിങ് ആവുന്ന പലരും പ്രഡിക്ട് ചെയ്യുന്ന, എല്ലാവരും ഹൈപ്പ് ചെയ്യുന്ന, പ്രോബ്ലി ഫിഫ ആണ് ഇപ്പൊ ഫ്രഞ്ച് ഫുട്ബോൾ ആണ്, ഫ്രഞ്ച് മാഗസിൻ എല്ലാവരും ഹൈലി പുഷ് ചെയ്യുന്ന
ഇത്രയും ഇൻഫ്ലുവൻഷ്യൽ ആയ ഒരു പ്ലെയർ വന്നിട്ട് ലീഗയിൽ ഇത്ര മോശമായിട്ട് കളിക്കുമ്പോൾ ഒബ്വിയസ്ലി മീഡിയ വലിച്ചു കീറും. കിലിയൻ എംബാപ്പയുടെ മാത്രം പ്രശ്നമാണോ ഇതെന്ന് ചോദിച്ചാൽ അല്ല. സരീഷ് ബ്രോ കളി കാണുവാണെങ്കിൽ മനസ്സിലാവും. കിലിയൻ എംബാപ്പെ ഈസ് വൺ ഓഫ് ദ പ്രോബ്ലം. കിലിയൻ എംബാപ്പയ്ക്ക് വേണ്ടി അവിടെ അഡ്ജസ്റ്റ്മെന്റ്സ് നടത്തുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. ബട്ട് കിലിയൻ എംബാപ്പെ ഈസ് എ പാർട്ട് ഓഫ് ദ പ്രോബ്ലം, നോട്ട് ദ പ്രോബ്ലം. സോ അവിടെ കാർലോ ആൻസലോട്ടി റൈറ്റ് നൗ ടാക്ടിക്കലി പറയാനായിട്ടാണെങ്കിൽ ഹി ലുക്സ് റിയലി ലോസ്റ്റ്. അത് ഒന്നാമത്തെ ഒരു കാര്യമാണ്. പുള്ളിക്ക് ബാലൻസ് അവിടെ ഫൈൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. സലീം ബ്രോയ്ക്ക് അറിയാം, കാർലോ ആൻസലോട്ടി ഓൾവേസ് പുള്ളിക്ക് ഒരു 11 സെറ്റ് ആയാലും അവരെ സ്റ്റിക്ക് ഓൺ ചെയ്യും. പുള്ളിക്ക് അധികം റൊട്ടേറ്റ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരു കോച്ചല്ല. പക്ഷെ ഈ സീസൺ പല ഇഞ്ചറീസും കാരണം പുള്ളി ഫോഴ്സ്ഡ് ആണ്. പല ഇഞ്ചറീസും കാരണം പുള്ളി വീണ്ടും റൊട്ടേറ്റ് ചെയ്യാൻ ഫോഴ്സ്ഡ് ആണ്. ഏറ്റവും അനദർ എക്സാമ്പിൾ ആണ് ചൗമനി ഇഞ്ചറിക്ക് ശേഷം വരും. ചൗമനി പുള്ളിയുടെ ഒരു കംഫർട്ട് സോൺ പ്ലെയർ ആണ്. ചൗമനി ഈ സീസൺ ഡ്രെഡ്ഫുൾ ആണ്, റിയലി ഡ്രെഡ്ഫുൾ ആയിരുന്നു ഓവറോൾ. പക്ഷെ ഇന്നത്തെ മാച്ച് ചൗമനി അവൈലബിൾ ആയി, ആള് ചൗമനിയെ പിടിച്ച് സ്റ്റാർട്ട് ചെയ്തു. ചൗമനി ഇന്നത്തെ മാച്ചിൽ പിച്ചിൽ വൺ ഓഫ് ദ വേഴ്സ്റ്റ് പ്ലേയേഴ്സ് ആണ്. സോ പുള്ളിക്ക് കംഫർട്ട് സോണിലുള്ള പ്ലേയേഴ്സിനെ മാറ്റാനായിട്ട് പുള്ളിക്ക് ഒരു മടിയുണ്ട്. സോ കാർലോ ആൻസലോട്ടി ഇന്ന് മൂവ് ഓൺ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇപ്പം ധാരാളം റയൽ മാഡ്രിഡ് ഫാൻസ് ഇപ്പൊ രംഗത്ത് വരുന്നുണ്ട്. മേ ബി നമ്മൾ ഒരു അർത്ഥത്തിൽ നോക്കുമ്പോൾ അത് എന്തുകൊണ്ടാ ഇത് വരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ആളുടെ ചില ഡിസിഷൻസ് എസ്പെഷ്യലി ഇന്നലെ 87 മിനിറ്റിലും മറ്റുമൊക്കെയാണ് എനിക്കൊന്ന് ഗൂളറിനെ 80 മിനിറ്റിന് ശേഷമാണ് ഗൂളറെ ബ്രഹീം ഡിയാസ് അങ്ങനത്തെ ഓപ്ഷൻസിനൊക്കെ ആൾ ഇറക്കുന്നത്. സോ അത്രയും നേരം ആൾ വെയിറ്റ് ചെയ്യുകയാണ്. റോഡ്രിഗോ ഒരു ഇഞ്ചറിക്ക് ശേഷം വരുവാണ്. റോഡ്രിഗോനെ ആൾ മെജോറിറ്റി ഓഫ് മിനിറ്റ്സ് കളിപ്പിക്കുന്നു. ഇവൻ കിലിയൻ എംബാപ്പെ മോശമായിട്ട് കളിക്കുവാണെങ്കിൽ മാറ്റി ഇറക്കാനായിട്ട് വേറെ പ്രൊഫൈൽ ഇല്ല അവിടെ. വിനീഷ്യസ് ജൂനിയറിന് ഇഞ്ചറിയാണ്. ആൻഡ് പിച്ചിൽ ഓവറോൾ ഇപ്പൊ ഒരു സിങ്ക് ഇല്ല ബ്രോ. ഇപ്പം ഇന്ന പ്ലെയർ ഇന്ന പൊസിഷൻ ഓൺ പേപ്പർ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവരവിടെ എന്താ ചെയ്യുന്നതെന്ന് അവർക്ക് അറിയത്തില്ല. പ്രോബ്ലി ഇന്നലത്തെ മാച്ചിൽ റൗൾ അസൻസിയും റുഡിഗറും അല്ലാതെ ആരെ നമുക്ക് ഇങ്ങനെ എടുത്തു പറയാൻ പറ്റത്തില്ല. ഈവൻ വാൽവേർഡെ ആണെങ്കിൽ പോലും ബെല്ലിംഗം ആണെങ്കിൽ പോലും ഇവരെല്ലാം നല്ലപോലെ പണിയെടുക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ പറയത്തില്ല എന്തിനോ വേണ്ടി തിളക്കുന്ന സാമ്പാർ എന്ന് പറയുന്ന പോലെ എന്തിനോ വേണ്ടി കിടന്ന് ഓടി കളിക്കുന്ന പോലെ ചില സമയത്ത് തോന്നും. ആ ഒരു ഇന്നലെ ബിൽബാവ് ക്ലിയർലി ഡോമിനേറ്റഡ്. ഇന്നലെ ചൗമനി, ബെല്ലിംഗം, വാൽവേർഡെ, സെബാലിയോസ് ഇറങ്ങുന്ന മിഡ്ഫീൽഡ് ഫോർ ആയിരുന്നു. ഇവർക്ക് അഗെയിൻസ്റ്റ് ഇപ്പം അവരുടെ ബിൽബാവിന്റെ യങ് മിഡ്ഫീൽഡ് റിയലി ഡോമിനേറ്റ്. ഇനിയാക്കി വില്യംസും നിക്കോ വില്യംസ് ലൂക്കാസ് വാസ്കസിന് തലവേദന കൊടുത്തോണ്ടിരിക്കുകയായിരുന്നു. അതുപോലെ തന്നെ അവരുടെ ഡിഫൻഡേഴ്സ് വിവിയനും അൽവാർസ് ഇവർ രണ്ടുപേർക്കും ഇടയിൽ കിടന്നിട്ട് റോഡ്രിഗോയും എസ്പെഷ്യലി കിലിയൻ എംബാപ്പെ സ്ട്രഗിൾ ചെയ്യുമായിരുന്നു. സോ എല്ലാ ബ്ലെയിമും കിലിയൻ എംബാപ്പയിലോട്ട് ഒന്നും ശരിയല്ല. പക്ഷെ കിലിയൻ എംബാപ്പെ ഹാസ് ടു സ്റ്റെപ്പ് അപ്പ്. അത് ആള് പോസ്റ്റ് മാച്ച് പറഞ്ഞിട്ടുമുണ്ട്, ഞാൻ ഈ സ്റ്റെപ്പ് അപ്പ് ചെയ്യുന്നു. കിലിയൻ എംബാപ്പെ പാർട്ട് ഓഫ് ദ പ്രോബ്ലം ആണ്. കാരണം ആളിലോട്ടാണ് ഫൈനൽ ചാൻസുകളും പലരും ചെല്ലുന്നത്. ആളുടെ ഫൈനൽ ഡിസിഷൻ മേക്കിംഗ് ഇപ്പം പോറാണ്. ആളുടെ ഷോട്ട് ഇപ്പം പഴയ പോലെ ടാർഗറ്റ് പോകുന്നില്ല. ആളുടെ പാസിങ്, ആൾ ചില സമയത്ത് ഈവൻ ഇഫ് ടീംമേറ്റ്സ് പാസ് ചെയ്യാനായിട്ട് ഒരു ഓപ്ഷൻ ആയിട്ട് അവിടെ ഉണ്ടെങ്കിലും പുള്ളി ക്രൗഡിലോട്ട് ബോളുമായിട്ട് പോയി ബോൾ കളയുന്നുണ്ട്. ചില സമയത്ത് ആളുടെ കമ്മിറ്റ്മെന്റ് ഇഷ്യൂസ് ഉണ്ട്. ആള് പിച്ചിൽ കമ്മിറ്റ് ചെയ്യാത്തോളൂ, ബോൾ ലൂസ് ചെയ്താൽ റിക്കവർ ചെയ്യാതിരിക്കുക. സോ റയൽ മാഡ്രിഡിൽ അതൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യപ്പെടും. അത് സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞിട്ട് റയൽ മാഡ്രിഡ് ക്വസ്റ്റ്യൻ ചെയ്യപ്പെടും. പിന്നെ പെനൽറ്റീസ്, രണ്ട് പെനൽറ്റി എസ്പെഷ്യലി ഇന്നലത്തെ പെനൽറ്റി ഭയങ്കര വീക്കായിരുന്നു. അത് എടുത്ത് പറയാതിരിക്കാൻ വയ്യ. എന്ത് പറ്റിയെന്ന് അറിയത്തില്ല. ആള് വേൾഡ് കപ്പിലൊക്കെ നമ്മൾ കണ്ടാണ് എമി മാർട്ടിനസിനെ അഗേൻസ്റ്റ് പയർ പോലെ 3 എണ്ണം കയറ്റിയതാണ്. സോ എന്താ സംഭവിക്കുന്നതെന്ന് അറിയത്തില്ല. പക്ഷെ ഐ തിങ്ക് എംബാപ്പെ ഈസ് എ പാർട്ട് ആണ്, ബട്ട് ഹി ഈസ് നോട്ട് ദ പ്രോബ്ലം. അവിടെ ഇഷ്ടം പോലെ ഇഷ്യൂസ് ഉണ്ട്. ഓക്കെ ബ്രോ, താങ്ക് യു സോ മച്ച് ജോയിൻ ചെയ്തതിൽ. നല്ല ഡിസ്കഷൻ ആയിരുന്നു. അപ്പൊ എന്തായാലും നമുക്ക് നെക്സ്റ്റ് വീക്കിൽ വീണ്ടും കാണാം. ഒരിക്കൽ കൂടി താങ്ക് യു. താങ്ക് യു ബ്രോ, താങ്ക് യു ഫോർ ഇൻവൈറ്റിംഗ്.